എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചന കേൾവിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ ആത്മീക ജീവിതത്തെ ഉണർത്തട്ടെ, വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ, ദൈവവചനത്തോട് അല്പം കൂടെ അടുത്തു ജീവിപ്പാൻ ഈ ദൈവവചന കേൾവി നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്തെല്ലാം കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടോ, എന്തെല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചിട്ടുണ്ടോ, അത് അയച്ചതിൻ്റെ കാര്യം നിർവഹിച്ചിട്ട് ഈ വചനം ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 18:21 ഏറ്റവും പരിചയമുള്ളൊരു വാക്യം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ആമേൻ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കഴിവാണ്, മനുഷ്യർക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കഴിവാണ് സംസാരിക്കാനുള്ള കഴിവ്. ആമേൻ. ദൈവം നമുക്ക് ശബ്ദം തന്നതിന് സ്തോത്രം ചെയ്യാമോ? സംസാരിക്കാനുള്ള കഴിവ് തന്നതിന് സ്തോത്രം ചെയ്യാമോ? ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കഴിവാണ്. എന്നാൽ നോക്കൂ, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാവിന് ഒരു അധികാരമുണ്ട്, നാവിന് ഒരു അതോറിറ്റി ഉണ്ട്, ഒരു പവറുണ്ട്. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും നാവിൻ്റെ മേൽ ദൈവം ഒരു അധികാരം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇമ്പമായൊരു ശബ്ദമല്ലായിരിക്കാം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതൊന്നും ഇവിടെ ഒരു മാറ്ററല്ല, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങളുടെ അധരത്തിന് ഒരധികാരമുണ്ട്. ആമേൻ പറഞ്ഞു. എൻ്റെ അധരത്തിന് അധികാരമുണ്ടെന്ന് പറ. തുറന്നു പറ, കേൾക്കട്ടെ. നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന ഭാഷയിൽ നിന്ന് പറഞ്ഞ്, എൻ്റെ അധരത്തിന്, എൻ്റെ ശബ്ദത്തിന് അധികാരമുണ്ടെന്ന്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ശബ്ദത്തിന് ദൈവം അഭിഷേകം ചെയ്യാൻ പോകും. നിൻ്റെ ശബ്ദത്തെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകും. ഈ കേൾക്കുന്ന വചനപ്രകാരം നിൻ്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുമ്പോൾ നിൻ്റെ ശബ്ദത്തെ അഭിഷേകം ചെയ്യുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നോക്കിക്കേ, നാവിനൊരു അധികാരമുണ്ട് കേട്ടോ. എന്തിൻ്റെ അധികാരം? ഇവിടെ വായിക്കുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുക. ഒരു മനുഷ്യൻ്റെ നാവിൻ്റെ അധികാരത്തിലാണ് മരണവും ജീവനും ഇരിക്കുന്നത്. ഈ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നതാണ് ജീവനും മരണവും. നിൻ്റെ ജീവിതത്തിൽ ജീവൻ വ്യാപരിക്കണോ മരണം വ്യാപരിക്കണോ എന്ന് മനുഷ്യ തീരുമാനിക്കുന്നത് നിൻ്റെ അധരമാണ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞ് കവിയുന്നത് നിൻ്റെ അധരത്തിലൂടെ പുറത്തു വരും. വെറുതെ പറയുന്നതല്ല, ഹൃദയത്തിനകത്ത് തടം കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ വായിലൂടെ പുറത്തു വരുന്നു. ആ വായിലൂടെ പുറത്തു വരുന്നതിന് ജീവനുണ്ട്, അതിന് അധികാരമുണ്ട്. മരണത്തെയും ജീവനെയും വിളിച്ചു വരുത്താൻ വായിലൂടെ പറയുന്ന ഓരോ പദങ്ങൾക്കും കഴിവുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണം, ഈ ഒരു സന്ദേശം പറയുമ്പോൾ എപ്പോഴും ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് റോമാലേഖനം 10:9-10 വാക്യങ്ങളാണ്. നാവിൻ്റെ അധികാരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ അവൻ്റെ ആദരത്തിലൂടെ വിളിച്ചു വരുത്തുന്ന വാക്യമാണ് റോമർ 10:9-10. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും റോമാലേഖനം 10 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാം. ആരെങ്കിലും അങ്ങനെ കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളോട് ആ വാക്യം ആവർത്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ബൈബിളിലെ ഏറ്റവും ശക്തമായ വാക്യങ്ങളിലൊന്നാണ്. എല്ലാ വാക്യങ്ങളും ശക്തമാണ്, എന്നാൽ എടുത്തു പറയത്തക്ക നിലവാരത്തിൽ ഉള്ളൊരു വാക്യമാണ് റോമർ 10:9. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും, അതായത് വാ കൊണ്ട് നീ ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം
നിറഞ്ഞ കവിയുന്നതാ പ്രസ്താവിക്കുന്നു. നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അത് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് നിൻ്റെ വാ കൊണ്ട് നീ ഏറ്റു പറയണം, യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ഞാൻ യേശുവിന് കൊടുത്തിരിക്കുന്നുവെന്ന്, യേശു എൻ്റെ കർത്താവാണ്, ജീസസ് ഈസ് മൈ ലോർഡ് എന്ന് നിൻ്റെ ആദരത്തിൽ നിന്ന് നീ വിളിച്ചു പറയുമ്പോൾ നീ രക്ഷിക്കപ്പെടുക. നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുക. പൈശാചിക അധികാരങ്ങളിൽ നിന്ന്, ശാപത്തിൽ നിന്ന് നിന്നെ ദൈവം ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റിയിരിക്കുക. ഇരുട്ടിൽ നിന്ന് നീ വെളിച്ചത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശുവിനെ കർത്താവാണെന്ന് വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ അവൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുക. അവൻ രക്ഷിക്കപ്പെടുകയാണ്. അവൻ സേവ്ഡായി. സാൽവേഷൻ അവനിൽ കടന്നു വന്നു, രക്ഷ അവനിൽ കടന്നു വന്നു. അതിൻ്റെ ആദ്യത്തെ പടി ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. അല്ലേ പ്രിയരെ, ഞാനും നിങ്ങളും യേശു കർത്താവാന്ന് വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടില്ലേ? അത് ആദരത്തിൻ്റെ പവർ. ഹല്ലേലൂയ. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ കർത്താവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. പാപത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചു, ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. യേശുവിനെ കർത്താവെന്ന് പറഞ്ഞ നിൻ്റെ ആദരത്തിൻ്റെ കീഴിൽ ഒരധികാരമുണ്ട് കേട്ടോ. കാരണം നീ കർത്തൃത്വം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിരിക്കുക. നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്. നിൻ്റെ ഉയർച്ചയിൽ അസൂയുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. നിൻ്റെ വീട്ടുകാരല്ല തീരുമാനിക്കേണ്ടത്. നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നീ നാവിൻ്റെ അധികാരം വെച്ച് വിളിച്ച് പറയുക. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. നിൻ്റെ അധരത്തിലൂടെ പറയുന്നത് ഞാൻ സൃഷ്ടിക്കും, ഞാൻ വിളിച്ചു വരുത്തും. ആ വാക്യത്തിനകത്ത് രണ്ടർത്ഥമാണ് ഉള്ളത്. ഒന്ന്, നിൻ്റെ അധരത്തിനകത്ത് ഫലം സൃഷ്ടിക്കുമെന്നൊരർത്ഥമുണ്ട്. ക്രിയേറ്റിംഗ് ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്, ക്രിയേറ്റിംഗ് ദ പ്രൈസ് ഓഫ് ദ ലിപ്സ്, ബ്രിങ്ങിങ് വേർഡ്സ് ഓഫ് പ്രൈസ് ടു ദർ ലിപ്സ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ തന്നെ നിൻ്റെ ആദരത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ദൈവം സൃഷ്ടിക്കും. ആമേൻ. അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീളം തിരുവചനം വായിക്കുമ്പോൾ ഭക്തന്മാർ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെ ദൈവം ചെയ്തതായി നമുക്ക് വായിക്കാൻ കഴിയും. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യം വായിക്കുമ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച ഒരു കാര്യം, അതിനുശേഷമോ അതിനു മുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യോശുവ 10-ന്റെ 12, 13, 14. ഒരു മനുഷ്യൻ തൻ്റെ ആദരത്തിലൂടെ ദൈവം പറയുന്നതനുസരിച്ച് ഒരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതുപോലെ സംഭവിച്ചു. ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യഹോവ അമ്മോന്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി എന്ന് പറഞ്ഞാൽ അമ്മോന്യരോട് യുദ്ധത്തിന് പോയപ്പോൾ യുദ്ധം നയിച്ചത് യോശുവയാണ്. യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിൽ നിൽക്കണം, ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്കുക എന്ന് പറഞ്ഞു. ജനം തങ്ങളോട് ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നത് വരെ സൂര്യൻ അവിടെ നിന്നെന്ന്, ചന്ദ്രൻ നിശ്ചലമായെന്ന്. അടുത്തത് വായിക്കുന്നു, ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങ് എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ, സൂര്യൻ ആകാശമത്തിയ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യോശുവയുടെ വാക്ക് ദൈവം കേട്ട് അതുപോലെ ദൈവം ചെയ്യുക. ആമേൻ. സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയ അധികാരത്തിൻ്റെ വാക്ക് യോശുവയുടെ ആദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദൈവം അതിന് സീലടിച്ചു. ദൈവം പറഞ്ഞു, അത് അതുപോലെ ആകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട
നമ്മുടെ അധരത്തിനകത്ത് ഒരു അധികാരമുണ്ട് കേട്ടോ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുക. അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. സൃഷ്ടിക്കുന്നൊരു ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവത്തെയാണ് അബ്രഹാം വിശ്വസിച്ചത്. റോമർ 4:17. ഇല്ല, പക്ഷേ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും ദൈവം. ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഉളവായി വരും. ദൈവം കൽപ്പിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥനാ മുറിയിൽ നീ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്ന കാര്യം നിൻ്റെ ജീവിതത്തിൽ അതുപോലെ ദൈവം വിളിച്ചു വരുത്തുമെന്ന്, ദൈവം സൃഷ്ടിക്കുമെന്ന്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വസിക്കുക. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ചുറ്റുപാടും മുഴുവൻ നീ നശിക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ നീ വിളിച്ചു പറയണം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഞാൻ വാഗ്ദത്തങ്ങളെ പ്രാപിക്കും. ഞാൻ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള വ്യക്തിയായിത്തീരും. ഞാൻ ഒതുങ്ങിപ്പോകത്തില്ല. ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ വളർന്നതുപോലെ ഞാൻ വളരും, എഴുന്നേൽക്കുമെന്ന് നീ വിളിച്ചു പറയണം. നമ്മുടെ നാവിൻ്റെ അധികാരത്തെ സ്വാധീനിക്കുന്ന, നിയന്ത്രിക്കുന്ന 3 പ്രധാന കാര്യത്തെ പറഞ്ഞ് നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറും. ഇപ്പോൾ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് തിരിച്ചറിയണം, നമ്മുടെ വാക്ക് വിശുദ്ധിയുള്ള വാക്കുകളായിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസാന്നിധ്യത്തിനകത്തിരിക്കുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ നല്ല വാക്ക് പറയുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ആരും കാണാത്ത രഹസ്യമായ നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിയുടെ വാക്ക് നാം പറയുന്നുവെങ്കിൽ നമ്മുടെ നാവ് അധികാരമുള്ളതായിത്തീരും. ജീവിതത്തിൻ്റെ ഒരു സമയത്ത് മാത്രം നല്ല വാക്കും മറ്റൊരു സാഹചര്യങ്ങളിൽ മോശപ്പെട്ട വാക്കും നമ്മുടെ അധരത്തിൽ നിന്ന് വരരുത്. ആ നാവിന് ഒരു അധികാരവും ഇല്ല. ജീവൻ വിളിച്ചു വരുത്തുവാൻ ആ നാവിന് അധികാരം ഉണ്ടായിരിക്കത്തില്ല. യിരെമ്യാവ് 15:11 ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വേർഡാണ്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കോണം വീണ്ടും കൈക്കൊള്ളും. നീ അത്തമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലാകും. അമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ അധരത്തിൽ നിന്ന് അധമമായത് നമ്മൾ നീക്കി ഉത്തമമായത് പ്രസ്താവിച്ചാൽ സ്വർഗത്തിലെയും പറയുക, നിൻ്റെ നാവ് എൻ്റെ വാ പോലെ ആയിരിക്കും. നിൻ്റെ വായ എൻ്റെ വാ പോലെ ആയിരിക്കും. നീ എൻ്റെ വാ പോലെ ആയിരിക്കും എന്ന് പറയാം. നീ പറയുന്നത് പോലെ സംഭവിക്കും. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ട് നീ വിശ്വാസത്തോടെ പറഞ്ഞിട്ട് സംഭവിക്കാത്തത്? നിൻ്റെ ആദരത്തിനകത്ത് വിശുദ്ധിയില്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അശുദ്ധമായ എന്തെങ്കിലും പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ശാപത്തിൻ്റെ വാക്കുകൾ പറയുന്ന വ്യക്തികൾ, മറ്റുള്ളവരെ പ്രാകുന്ന, പിറുപിറുക്കുന്ന, അസൂയയുടെ പദങ്ങൾ പറയുന്നവരാണെങ്കിൽ ഇന്ന് രാവിലെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുക. ഞാനിത് അത് ഉപയോഗിക്കത്തില്ലെന്ന് പറയുക. നിൻ്റെ നാവിനെ അധികാരം തരുന്ന ദൈവമുണ്ട്. നിൻ്റെ നാവിനെ ദൈവം അധികാരത്തോടെ നിർത്തും. ആമേൻ. യാക്കോബ് 3:8-9-10 നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നോക്കിക്കേ, ഒരു വായിൽ നിന്ന് സ്തോത്രം പറയുന്നു, അതേ വായിൽ നിന്ന് സ്തോത്രം പറഞ്ഞ ഏത് ദൈവത്തെയാണോ ആ ദൈവത്തിൻ്റെ സ്വരൂപത്തോളിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നെന്ന്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ താല്പര്യമുണ്ടോ? എൻ്റെ നാവിനൊരു അധികാരമുണ്ട്, ആ അധികാരത്തിൽ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു, ആ അധികാരം പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, മനുഷ്യരെ ഈ വാക്കുകൊണ്ട് പ്രാഗിയിട്ടുണ്ടെങ്കിൽ, ശപിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ തഴം താഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ദൈവത്തോട് പറ. കർത്താവെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നെ ദ്രോഹിച്ചവർക്കെതിരെ, എനിക്കെതിരെ കുറ്റം ആരോപിച്ചവർക്കെതിരെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ക്ഷമ ചോദിക്കുക. നീ അധമമായത് ഒഴിച്ചുത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധിയോടെ നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുന്നെങ്കിൽ വിശുദ്ധിയുള്ള നാവ് അധികാരമുള്ള നാവാണ്. ആമേൻ. രണ്ടാമത്തെ കാര്യം, മത്തായി 17:21
നിങ്ങൾക്ക് കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നോക്കിക്കേ, മത്തായി സുവിശേഷത്തിൽ മാത്രമല്ല മറ്റു സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം കർത്താവ് പറയുക, പഴയ നിയമത്തിലെ വാക്കി പുതിയ നിയമത്തിൽ കർത്താവ് പറയുക, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒന്ന്, വിശുദ്ധിയുള്ള നാവ് അധികാരമുള്ളതാണ്. 2, വചനം പറയുന്നു വിശ്വാസത്തോടെ പറയുന്ന വാക്ക് അധികാരത്തിൻ്റെ വാക്കാണ്. എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് മലയോട് പോയി നീങ്ങി അങ്ങനെ അല്ല അതിൻ്റെ അർത്ഥം. മലയ്ക്ക് സമാനമായ പ്രതികൂലം നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നീ വിശ്വാസത്തോടെ അതിനെ നോക്കി കൽപ്പിക്കുക, മാറിപ്പോകാൻ പറ. അതതുപോലെ സംഭവിക്കും. വിശ്വാസത്തിൻ്റെ വാക്ക്. സംശയം നമ്മുടെ ഉള്ളിൽ വരും, പക്ഷേ വചനം വെച്ച് ആ സംശയത്തെ അതിജീവിക്കണം. സംശയിക്കുന്ന വ്യക്തികളുടെ നാവിന് അധികാരമില്ല. അവിശ്വാസം പറയുന്നവരുടെ നാവിന് അധികാരമില്ല. വിശ്വാസം പറയുന്നവരുടെ നാവിനാണ് അധികാരം. ആമേൻ. യാക്കോബ് 1:6-7-8. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. അപ്പം നാവ് വിശ്വാസത്തിൻ്റെ അധര വാക്കുകൾ പറയണം. വിശ്വാസമല്ല, വിശ്വാസം പറയണം. അവരിവരുമൊക്കെ അവിശ്വാസം പറഞ്ഞോട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന നീ വിശ്വാസം വിളിച്ചു പറയണം. ഇബ്രായ ലേഖനം 11 പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. ആമേൻ. 2, വിശ്വാസത്തിൻ്റെ വാക്ക്. വിശ്വാസത്തോടെ നീ ചില കാര്യങ്ങളെ പ്രഖ്യാപിക്കുമ്പോൾ, നിൻ്റെ തലമുറയെ നോക്കി പ്രഖ്യാപിക്കുമ്പോൾ, നിൻ്റെ കുടുംബത്തെ നോക്കി പ്രഖ്യാപിക്കുമ്പോൾ, നിൻ്റെ ശുശ്രൂഷ നോക്കി പ്രഖ്യാപിക്കുമ്പോൾ, നിൻ്റെ ജോലിയെ നോക്കി പ്രഖ്യാപിക്കുമ്പോൾ അതതുപോലെ സംഭവിക്കും. തടസ്സങ്ങൾ മാറിപ്പോകും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വിശുദ്ധിയുള്ള അധരം ഉള്ളൊരു കൂട്ടം എഴുന്നേൽക്കട്ടെ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. 3, 1, വിശുദ്ധിയുള്ള അധരം, അത് അധികാരമുള്ളതാണ്. 2, വിശ്വാസത്തിൻ്റെ വാക്കു പറയുന്ന അധരം, അത് അധികാരമുള്ളതാണ്. 3, അഭിഷേകമുള്ള അധരം, അത് അധികാരമുള്ളതാണ്. അപ്പോസ്തലന്മാരിലൂടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ നടന്നു. നസ്രേന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ 40ഓളം വയസ്സ് പ്രായമുള്ള മനുഷ്യൻ നടന്നെഴുന്നേറ്റ് കുതിച്ച് ചാടി തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്താ കാര്യം? അവരുടെ നാവിനകത്ത് അഭിഷേകത്തിനകത്ത് അവർ സംസാരിക്കുന്നത്. ആമേൻ. ദൈവത്തിലെ നമ്മുടെ നാക്ക് വിശുദ്ധിയുള്ളതാണെങ്കിൽ നമ്മുടെ നാക്ക് അഭിഷേകമുള്ളതാണ്. ആമേൻ. അന്യഭാഷ പറയുന്ന നമ്മുടെ നാവ് അധികാരമുള്ളതാണെന്ന് തിരിച്ചറിയും. യെഹെസ്കേൽ പ്രവാചക പുസ്തകം 37-ാം അധ്യായം. അസ്ഥി താഴ്വരയുടെ നടുവിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിരിക്കുക. അത് താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, ഏറ്റവും ഉണങ്ങിയിരുന്നു. താഴ്വരയുടെ പരപ്പിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പ്രവാചകൻ കാണുന്നത് താഴ്വരയുടെ പരപ്പിൽ അധികമായി ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ. ഒരു കാരണവശാലും ഇനി ഒരു സാധ്യതയും ആ താഴ്വരയിൽ കാണുന്നില്ല. അസ്ഥിക്കൂമ്പാരം മാത്രം, ചിതറി ചിന്നിക്കിടക്കുന്ന അസ്ഥികൾ. തലയേത്, കയ്യേത്, കാലേത് അറിയത്തില്ല. അസ്ഥികൾ മാത്രം. കുറേ അസ്ഥികൾ കൂട്ടം കൂടിക്കിടക്കുന്നു. എന്നാൽ പ്രവാചകനോട് ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, യഹോവേ കർത്താവേ, നീ അറിയുന്നു, എനിക്കറിയത്തില്ല, നീ അറിയുന്നു. കർത്താവ് അദ്ദേഹത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയണമെന്ന്. അസ്ഥികളോട് നീ പ്രവചിക്കണം. കാരണം നിൻ്റെ നാവ് അഭിഷേകമുള്ള നാക്ക. നീ പ്രവചിക്കണം. നീ പ്രവചിക്കുമ്പോൾ ഞാൻ ഈ അസ്ഥികളെ ഒന്നിപ്പിക്കും. അതിനകത്ത് മാംസം വരുത്തും, ശ്വാസം വരുത്തും, ഞരമ്പ് വരുത്തും, തൊക്ക് വരുത്തും. അതിനെ ഒരു സൈന്യമാക്കി നിർത്തും. താഴോട്ട് വായിക്കുമ്പോൾ പ്രവാചകൻ പ്രവചിക്കുക.
37 ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്ന് ചേർന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലെ പ്രവചനമാണിത്. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത്, അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാ. മനുഷ്യപുത്ര, നീ ഇന്ന് പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് നിഹിതന്മാർ ജീവിക്കേണ്ടത് അവയുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ, കണ്ടോ, പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്ന് അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. താഴ്വയുടെ പരപ്പിൽ അധികം ഉണങ്ങിക്കടന്ന അധികമായി നിന്ന അസ്ഥികളിപ്പോൾ താഴ്വയുടെ പരപ്പിൽ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുക. ഒറ്റ കാരണമേ ഉള്ളൂ, അഭിഷേകമുള്ളവൻ പ്രവചിക്കാൻ തുടങ്ങി. ഇന്നീ മെസ്സേജ് കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതിയെ, അഭിഷക്ത, താങ്കളുടെ ജീവിതത്തെ നോക്കി അഭിഷേകത്തോടെ നീ പ്രവചിക്കുക. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നിൻ്റെ നാവ് അഭിഷേകമുള്ളതായിരിക്കണം. നിൻ്റെ നാവ് വിശുദ്ധമായിരിക്കണം. നിൻ്റെ നാവിലൂടെ വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയണം. നാം വിശ്വസിക്കുന്ന ദൈവത്തെയും, നമ്മെ അഭിഷേകം ചെയ്ത ദൈവത്തെയും, നമ്മെ രക്ഷിച്ച കർത്താവിനെയും, നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയും ദുഃഖിപ്പിക്കുന്ന, ആ വചനത്തിന് വിരോധമായ, അതിനെ കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന, അതിനെ തരം താഴ്ത്തി പറയുന്ന ഒന്നും നമ്മുടെ ആദരത്തിൽ നിന്ന് പറയാൻ പാടില്ല. അതിൻ്റെ അതിരുവിട്ട ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. കാരണം നമ്മുടെ നാവ് യേശു കർത്താവെന്ന് പറഞ്ഞ നാവാണ്. നമ്മുടെ നാവ് വിശുദ്ധമാണ്. നമ്മുടെ നാവ് അഭിഷേകമുള്ളതാണ്. നമ്മുടെ നാവ് അധികാരമുള്ളതാണ്. അത് വിശ്വാസത്തിൻ്റെ വാക്കാണ്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈ പ്രാർത്ഥന ഞാൻ ഇവിടെ പ്രാർത്ഥിക്കും, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചോണം. നിൻ്റെ നാവിനെ ദൈവം അഭിഷേകത്തിൽ നിർത്താൻ പോകുകയാണ്. രോഗങ്ങളെ നോക്കി കൽപ്പിക്കുന്ന, പ്രതിസന്ധികളെ നോക്കി കൽപ്പിക്കുന്ന അധികാരമുള്ള അധരമായി സഹോദര സഹോദരി, താങ്കളുടെ നാവിനെ ദൈവം മാറ്റാൻ പോകുക. നീ ഉടമ്പടിക്കത്തില്ല, രക്ഷപ്പെടത്തില്ല, നശിക്കുമെന്ന് മറ്റുള്ളവർ നിന്നെ നോക്കി ഭോഷ്കു പ്രവചിക്കുമ്പോൾ, ഭോഷ്കു പറയുമ്പോൾ വിശ്വാസത്തോടെ പറയും, എൻ്റെ നാക്ക് യേശു കർത്താവെന്ന് പറഞ്ഞ നാക്ക. എൻ്റെ നാവിൻ്റെ മേൽ, എൻ്റെ അവയവത്തിൻ്റെ മേൽ, എൻ്റെ ജഡത്തിനോ എൻ്റെ ഇച്ഛകൾക്കോ അല്ല അധികാരമുള്ളത്. പരിശുദ്ധാത്മാവിന് അധികാരം, യേശുവിന് അധികാരം. നാവിലൂടെ ശബ്ദത്തിലൂടെ എന്തെങ്കിലും ദൈവഹിതമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക. ഒരു തീരുമാനമെടുക്കും, ഞാൻ എൻ്റെ നാക്കുകൊണ്ട് ഇനി മോശപ്പെട്ടു പറയത്തില്ല, പരിഹാസത്തിൻ്റെ വാക്ക് പറയത്തില്ല, കുറ്റം ആരോപിക്കുന്ന വാക്ക് പറയത്തില്ല, ആത്മീയ വർധനവ് വരുത്തുന്ന വാക്ക് ഞാൻ എൻ്റെ വായിൽ നിന്ന് പറയത്തുള്ളൂ. ആകാത്ത വാക്ക് ഞാൻ പറയത്തില്ല, ഹോഷ്ക്ക് ഞാൻ പറയത്തില്ല, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വാക്ക് ഞാൻ പറയത്തില്ലെന്ന് പറ. കൃപയോടുകൂടിയ വാക്ക് നീ പറ. നിൻ്റെ നാവിന് അധികാരമുണ്ട്. വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറ. സാഹചര്യം നിന്നെ നോക്കിക്കൊണ്ട് പലതും പറയുമ്പം അത് കേട്ടോണ്ട് നീ അവിശ്വസിക്കരുത്. വിശ്വാസത്തിൻ്റെ ഒരു വാക്കുപോലും പറയരുത്. കുഞ്ഞുങ്ങളെ നോക്കി ഒരു അവിശ്വാസത്തിൻ്റെ ഒരു വാക്കുപോലും പറയരുത്. നിൻ്റെ ജീവിതത്തെ നോക്കി അവിശ്വാസത്തിൻ്റെ ഒരു വാക്കുപോലും നീ പറയരുത്. നീ വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയണം. കർത്താവിൻ്റെ കൂടെയുണ്ട്, അവിടെ നിന്നെ സഹായിക്കും, എന്നെ ശക്തീകരിക്കും. വിളിച്ചു പറ. അഭിഷേകത്തോടെ നിൻ്റെ നാവിനെ ദൈവം നിർത്താൻ പോവുകയാണ്. അഭിഷേകമുള്ള നിൻ്റെ നാക്ക് അധികാരമുള്ളതാണ്. പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക, അസ്ഥി താഴ്വരയോട് പ്രവചിക്കുക. സാഹചര്യങ്ങളെ ദൈവം മാറ്റും, അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിവ് തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിനെ കർത്താവെന്ന് പറയാൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഞങ്ങളുടെ നാവിൽ മരണവും ജീവനും വെച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. ആ ജീവനെ റിലീസ് ചെയ്യുവാൻ, നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്ന ജീവനെ ജീവിതത്തിൽ റിലീസ് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ നാവിനെ അധികാരത്തോടെ നിർത്തിന് നന്ദി പറയുന്നു.
അശുദ്ധമായതൊന്നും ഞങ്ങളുടെ നാവിലൂടെ പറയാൻ ദൈവം സമ്മതിക്കരുത്. ഞങ്ങളുടെ ആദരദ്വാരത്തെ കാക്കണമേ. ഹല്ലേലൂയ. ശബ്ദം കേൾക്കുന്ന നാവിനെ വിശുദ്ധിയോടെ അങ്ങോട്ട് നിർത്തണേ. നാവിലൂടെ ദൈവഹിതമായത് മാത്രം പറയാൻ, അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അതരത്തിലൂടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ എപ്പോഴും പറയാൻ കൃപ തരണമേ. അതരത്തിലൂടെ അഭിഷേകത്തിൻ്റെ വാക്കുകൾ പറയാൻ കൃപ തരണമേ. എല്ലാ നല്ല സാധ്യതകൾക്കായി സ്തോത്രം, നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളെ പരിശുദ്ധാത്മാവ് തൊട്ടതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ദൈവപ്രവർത്തികൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. പൈശാചിക ആധിപത്യങ്ങളുടെ കീഴിൽ നിന്ന് ജനലക്ഷങ്ങൾ വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജനം സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കും. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ